മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ, വിദ്യാഭ്യാസ, ജീവകാരുണ്യ മേഖലകളിൽ മറ്റു ജില്ലാ പഞ്ചായത്തുകൾക്ക് മാതൃകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജില്ലാ പഞ്ചായത്ത് ഭിന്നശേഷിക്കാർക്ക് നൽകുന്ന സ്കൂട്ടർ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് വിതരണം ചെയ്യുന്ന സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണോദ്ഘാടനം വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി സ്മാരക ടൗൺ ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യക്ഷേമ, ഭവന നിർമ്മാണ രംഗങ്ങളിലെല്ലാം മറ്റ് പഞ്ചായത്തുകളെയെല്ലാം മറികടന്ന പ്രകടനം കാഴ്ചവെച്ച ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ തന്നെ 900 പേർക്ക് ഭൂമി കൊടുക്കുന്ന എന്നെ വിസ്മയിപ്പിച്ച ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് തന്നെ ജില്ലാ പഞ്ചായത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. മുച്ചക്ര വാഹനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രോണിക് വീൽ ചെയറുകളുടെ കാര്യത്തിലാണെങ്കിലും ഈ ജില്ലാ പഞ്ചായത്താണ് അതിന് തുടക്കമിട്ടത്. ഇത് കണ്ടിട്ട് ഞാൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അടക്കം മറ്റു പല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഇത് പറഞ്ഞ് എറണാകുളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ പദ്ധതി പിന്നീട് ആരംഭിച്ചിട്ടുണ്ട്. അതിന് മാതൃകയായതും മലപ്പുറം ജില്ലാ പഞ്ചായത്താണ് എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ വിചാരിച്ച് ഇപ്പെങ്ങും തീരില്ല. കാരണം അത് ഞാൻ പരിഹസിച്ച് പറഞ്ഞതല്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തോളം ഈ ജില്ലാ പഞ്ചായത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അവരൊന്ന് വിലയിരുത്തിയതാണ്. പറഞ്ഞ് പകുതിയായില്ല. അതിനു മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ധൃതി കൂട്ടിയിട്ടാണ് മുഴുവൻ പദ്ധതികൾ അഭിമാനത്തോടു കൂടിയാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി പടിയിറങ്ങുന്നത്. ആ അഭിമാനബോധമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഭരണസമിതി അംഗങ്ങളുടെയും എല്ലാവരുടെയും മുഖത്തൊക്കെ ഉള്ളത്. ഒരുമിച്ച് നിന്ന് ഏറ്റവും സാധാരണക്കാരായ ആളുകൾക്ക് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ ഇത്തരം ജീവകാരുണ്യ പദ്ധതികൾ ചെയ്യുന്നതിലൂടെ മറ്റു പഞ്ചായത്തുകളും ഇവയെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ സാമൂഹിക ഇടപെടൽ സജീവമാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത്തരം പദ്ധതികൾ ഗുണം ചെയ്യുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തുതല ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണ് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്തത്. 1,09,000 രൂപ ചിലവ് വരുന്ന സ്കൂട്ടർ ജില്ലയിലെ 3 വനിതകൾ ഉൾപ്പെടെ 43 ഭിന്നശേഷിക്കാർ ഏറ്റുവാങ്ങി. 2020-21 സാമ്പത്തിക വർഷം മുതൽ 348 ഇലക്ട്രിക് വീൽ ചെയറുകളും 116 സൈഡ് വീൽ സ്കൂട്ടറുകളുമാണ് ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇതുവരെ വിതരണം ചെയ്തത്. 37 സ്കൂട്ടറുകൾ കൂടി രജിസ്ട്രേഷൻ പൂർത്തിയായാൽ ഉടൻ വിതരണം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് M.K. റഫീഖ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ P. ഉബൈദുള്ള, A.P. അനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം തുടങ്ങിയവർ സംബന്ധിച്ചു. CCN മലപ്പുറം.